ഡീൽ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കടന്നാക്രമണം തുടർന്ന് CPIM. ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് വി.ഡി. സതീശനെന്നും നാണം കെട്ട ഇടപാടുകൾ നടത്തിയവർ LDF-നെതിരെ പറയുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വി.ഡി. സതീശനെതിരെ രംഗത്ത് വന്നു. അതിനിടെ വേങ്ങര, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ CPIM-ന് SDPI-യുമായി സഹകരണമുണ്ടെന്ന ആരോപണവുമായി ലീഗും കാസർഗോഡ് ജില്ലയിൽ NDA-യെ തോൽപ്പിക്കാൻ LDF-ഉം UDF-ഉം ഒറ്റക്കെട്ടാണെന്ന് BJP-യും ആരോപിച്ചതോടെ ഡീൽ വിവാദം കൊഴുക്കുകയാണ്. കോൺഗ്രസ് ഉയർത്തിവിട്ട ഡീൽ ആരോപണം ആദ്യ ദിനങ്ങളിൽ അവഗണിച്ച CPIM ഇപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ്. ഗോൾവാൾക്കർ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്നതുൾപ്പെടെ 2 ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വന്നതെങ്കിൽ ഇന്ന് തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും കടുത്ത വിമർശനം തുടർന്നു. ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് വി.ഡി. സതീശൻ. ആരാണ് RSS-ഉമായി ബന്ധപ്പെട്ടതെന്ന് പരിശോധിക്കണം. LDF-നെ പരാജയപ്പെടുത്താൻ മതബോധം ഉയർത്തിവിടാനുള്ള നീക്കം ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്നും വോട്ടിനായി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല CPIM എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ഞങ്ങൾക്കും ഇടതുപക്ഷത്തിനും LDF-നുമെതിരെ പ്രചരണം നടത്തിയാൽ ചെലവാകുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ആ പണിയില്ല. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. 2016 നേമത്ത് BJP വിജയിച്ചതിന്റെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൃശൂരിൽ 3ാം സ്ഥാനത്തായതിന്റെയും കണക്ക് നിരത്തിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഡീൽ ആരോപണത്തെ നേരിട്ടത്. നേമത്ത് UDF-ന്റെ വോട്ട് 29,000 കുറഞ്ഞു. UDF-ന്റെ വോട്ട് 29,000 കുറഞ്ഞു. UDF-ന്റെ സ്ഥാനാർത്ഥി കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. രാജഗോപാലൻ ജയിച്ചു. ഇതാണ് നിയമത്തുണ്ടായത്. ആ നിയമം പിന്നീട് ഞങ്ങൾ കൂട്ടിച്ചു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരും കൂട്ടിക്കാം. അതേസമയം BJP-ക്ക് പുറമെ SDPI-യുമായി CPIM-ന് ഡീലുണ്ടെന്ന് ആരോപിക്കുകയാണ് UDF. SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ച മഞ്ചേശ്വരത്തും വേങ്ങരയിലുമാണ് മുസ്ലിം ലീഗ് നേതൃത്വം സഹകരണം ആരോപിക്കുന്നത്. BJP-ക്ക് 3-4 സീറ്റ് വേണം അസംബ്ലിയിൽ. പിണറായി വിജയന് ഭരണ തുടർച്ചയും വേണം. ഭരണ തുടർച്ചയില്ലാതെ ഇരുന്നാൽ വീട്ടിലിരിക്കാൻ കഴിയില്ല, ജയിലിലിരിക്കേണ്ടി വരും എന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഭരണം ആരെ പിടിച്ചിട്ടെങ്കിലും പണ്ട് EMS പറഞ്ഞ പോലെ ഏത് ചെകുത്താനെ വീട്ടുപിടിച്ചിട്ടെങ്കിലും അധികാരത്തിലെത്തുക. ഇതിനു പുറമെ NMR റസാക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ പാലക്കാട് മണ്ഡലത്തിൽ BJP-യുമായി CPIM-ന് ഡീലെന്ന ആരോപണവും UDF കൂടുതൽ ശക്തമാക്കുകയാണ്. ഈ ഡീൽ ആരോപണങ്ങളൊക്കെ പണ്ടും തെരഞ്ഞെടുപ്പുകളിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത്ര പ്രകടമായി ചെയ്താൽ അത് പുറത്തു വരാതിരിക്കുമോ? പാലക്കാട് കൊണ്ടുപോയി ഒരു UDF-ന്റെ വോട്ട് ബാങ്ക് ഭിന്നിപ്പിക്കുന്ന പ്രകടമായ രാഷ്ട്രീയത്തിലൊന്നുമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കി അതാരെ സഹായിക്കണം? 3ാം സ്ഥാനത്തുള്ള LDF, 2ാം സ്ഥാനത്തുള്ള BJP-ക്ക് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഏത് കുട്ടികൾക്കും മനസ്സിലാവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.